ഹലോ ഗായ്സ്, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഇന്ന് ഒരു തായ്ലൻഡ് യാത്ര പോവുകയാണ്. നമ്മൾ ഒരു 5 days and 4 nights ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ പാക്കേജ് ഒന്നും എടുക്കാണ്ട് സ്വന്തമായിട്ടാണ് എല്ലാം ഫ്ലൈറ്റും ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് തനിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ഈ വീഡിയോയിൽ ഞങ്ങൾ കാണുന്ന സ്ഥലങ്ങളും ഞങ്ങൾക്കുണ്ടായ പല എക്സ്പീരിയൻസസും ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടെത്തി, ഊബർ വിളിച്ചാണ് പോയത്. അപ്പോൾ ഞങ്ങൾക്ക് ചെക്കിനും ഇമിഗ്രേഷനൊക്കെ എളുപ്പത്തിൽ കഴിഞ്ഞു, വേറെ ഇഷ്യൂസൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇനിയിപ്പം ഞങ്ങൾ കഴിക്കാൻ പോകാമെന്ന് ആലോചിക്കുക. ഇപ്പോൾ ഒരു 8:30 ഒക്കെ ആയിട്ടുണ്ട്. സോ നമ്മൾ എർത്ത് ലോഞ്ചിൽ കയറി കഴിക്കാൻ പോവുകയാണ്. ഇതാണ് എർത്ത് ലോഞ്ച്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് നല്ല ഒരു പ്ലാറ്റിനം കാർഡ് എബോവ് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലോഞ്ച് ആക്സസ് ചെയ്ത് ഫ്രീ ആയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം, പിന്നെ റെസ്റ്റ് എടുക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളൊരു 8:30 ആയി എത്തിയപ്പം കഴിക്കാമെന്ന് വെച്ചു രാത്രിയിലത്തെ ഫുഡ്. നല്ല ഫുഡായിരുന്നു, ഇഷ്ടംപോലെ ഓപ്ഷൻസും ഉണ്ടായി. ഞങ്ങൾ വയറ് നിറയെ കഴിച്ചു. ഫ്രീ ആയിട്ട് കിട്ടണതും കൂടിയാണല്ലോ, അപ്പോൾ ഒന്നും നോക്കിയില്ല, നിറയെ അങ്ങ് കഴിച്ചു. ഞങ്ങളുടെ ഫ്ലൈറ്റ് 11:10 4 മണിക്കൂറുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ തായ്ലൻഡിലെ ഡോൺ മിയോങ് എയർപോർട്ടിൽ എത്തി. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മളിപ്പോൾ ബാങ്കോക്കിലെ ഡോൺ മിയോങ് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഒരു പാക്കേജ് അല്ലാണ്ട് വരുവാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വിസ ഓൺ അറൈവൽ ആ പരിപാടി ഇല്ല. സോ നമ്മൾ ആദ്യം നമുക്ക് ആക്ച്വലി വിസ ഫ്രീ എൻട്രി ആണ് ഇന്ത്യൻസിന്. പക്ഷേ നമ്മൾ അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. DTAC എന്ന് പറഞ്ഞാൽ TDAC തായ്ലൻഡ് ഡിജിറ്റൽ അറൈവൽ കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഒരു ഓൺലൈൻ വെബ്സൈറ്റ് വഴി നമ്മൾ ചെയ്യണം. പക്ഷേ ഇതിനെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരിൽ കുറേ അധികം സ്കാമുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ആക്ച്വലി ഈ സ്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സൈറ്റുകൾ TDAC ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ വാങ്ങിക്കും. ആക്ച്വലി ഇത് ഫ്രീ ആണ്. സോ ഇതിൻ്റെ സൈറ്റും ബാക്കി കാര്യങ്ങളും ഞാൻ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഇപ്പം നമ്മൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾ എത്തിയ ടൈം എന്ന് പറഞ്ഞ ഒരു വല്ലാത്തൊരു ടൈമാണ്, രാവിലെ 4:30 മണിക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ ടാക്സി പ്രീ ബുക്ക് ചെയ്തു. ഫ്ലൂക്ക് ആപ്പ് വഴിയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മളെപ്പോഴും ടാക്സി എയർപോർട്ട് ട്രാൻസ്ഫർ പ്രീ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിപ്പോൾ ഈ ഒരു നേരം ആയതുകൊണ്ടാണ് പ്രീ ബുക്ക് ചെയ്തത്. ഓക്കെ, അപ്പം ഞങ്ങളിപ്പം ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ ബാഗേജും വന്നിട്ടില്ല. ഈ തായ്ലൻഡ് ഡിജിറ്റൽ അറൈവൽ കാർഡെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് ആക്ച്വലി നമ്മൾ 3 ദിവസം മുമ്പ് വരുന്നതിന് 3 ദിവസം മുമ്പ് ചെയ്യണം. അത് മാൻഡേറ്ററി ആണ്. അപ്പോൾ ആക്ച്വലി നമ്മളത് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു 4-5 ദിവസം മുമ്പൊക്കെ ആണെങ്കിൽ ആ പർട്ടിക്കുലർ ഡേറ്റ് ആക്റ്റീവായിട്ട് കിട്ടില്ല. കറക്റ്റ് 3 ദിവസത്തിന് നമുക്കത് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, തായ്ലൻഡ് വരുവാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു റൂൾ അനുസരിച്ച് ഈ TDAC ആ സംഭവം നിർബന്ധമായിട്ട് ചെയ്തിരിക്കുക. അങ്ങനെ ഞങ്ങൾ പട്ടായയിലെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ എടുത്ത ഹോട്ടലിൻ്റെ പേര് ഗ്രാസ് സർവീസ് സൂട്ട്സ് ബൈ അറ്റ് മൈൻഡ് പട്ടായ എന്നുള്ള ഒരു ഹോട്ടലാണ് എടുത്തത്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു റൂമാണ്. അത്ര ബിഗ് റൂമല്ല, പക്ഷെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്.
നമ്മളിത് ബുക്ക് ചെയ്തത് അഗോഡ ആപ്പ് വഴിയാണ്. ഒരു മിഡ് റേഞ്ച് ഒക്കെ വരുന്ന, അതായത് നമ്മൾ ഭയങ്കര ഒരു ലക്ഷറി ഹോട്ടലല്ല നോക്കിയ, ഒരു മിഡ് റേഞ്ചിലൊക്കെ വരുന്ന 3000-4000 റുപ്പീസിന് ഒരു പെർ ഡേ നിൽക്കാൻ പറ്റുന്ന ഒരു സ്റ്റേ ആണ് നോക്കി. അത് വെച്ച് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ സാങ്ച്വറി ഓഫ് ട്രൂത്തിലേക്ക് എത്തിക്കുവാണ്. ഇത് പട്ടായ വന്നവരെ എല്ലാവരും മസ്റ്റ് വിസിറ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ. നമ്മളപ്പോൾ ക്ലൂക്ക് ആപ്പിൽ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തു. സോ നമുക്ക് എല്ലാ പ്രൊസീജിയേഴ്സും ഭയങ്കര എളുപ്പമായിട്ട് ടിക്കറ്റ് എടുക്കാൻ വലിയ ക്യൂവോ അങ്ങനെ ഒന്നും വേണ്ടിയൊന്നുമില്ല. സോ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇത് വിസിറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ക്ലൂക്കിൽ നിന്ന് എടുത്ത ഈ ടിക്കറ്റിൻ്റെ ഒപ്പം ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡും കൂടി ഫ്രീ ആയിട്ട് നമുക്ക് തരുമായിരുന്നു. അപ്പോൾ ഇത് ഓരോ സ്ലോട്ട് അനുസരിച്ചാണ് ഇവർ കൊണ്ടുപോവുക. ഇപ്പം ഓരോ ടൈമിൽ ഇംഗ്ലീഷ്, ചൈനീസ്, അങ്ങനെ പല പല ടൈമിലുണ്ട്. ഇംഗ്ലീഷ് ആക്ച്വലി കുറേ ടൈമിലുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 1:10 സ്ലോട്ടാണ് എടുത്തത് ഉച്ചയ്ക്ക്. ആ ഗൈഡ് നമുക്കെല്ലാം നല്ല രീതിയിലൊക്കെ പറഞ്ഞു തരും. ഇത് എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റാണ്. സാങ്ച്വറി ഓഫ് ട്രൂത്ത് ഒക്കെ കണ്ടു കഴിഞ്ഞ് നല്ല വൈകുന്നേരമായി. അപ്പോൾ അവിടെ ഒരു 2-3 hours സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ ഞങ്ങൾ പട്ടായയിലെ 7-Eleven, ഏറ്റവും വലിയ 7-Eleven പട്ടായയിൽ, അവിടെ കയറി എന്തെങ്കിലും കഴിക്കാനെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 7-Eleven ഇവിടുത്തെ ഭയങ്കര ഒരു സംഭവമാണ്. ഹലോ, ഞങ്ങളിപ്പോൾ പട്ടായയിൽ ഇവിടുത്തെ ഏറ്റവും വലിയ 7-Eleven ഇരിക്കുന്നത്. ഞങ്ങളപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിയായിരുന്നു കഴിക്കാൻ. ഇത് നല്ലൊരു സെറ്റപ്പാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. കഴിക്കാനാണെങ്കിലും നമ്മളിവിടെ നിന്ന് വാങ്ങി, ഇഷ്ടംപോലെ ഓപ്ഷൻസാണ്. ഇവിടെ നിന്ന് വാങ്ങി ഇവിടെ തന്നെ ചൂടാക്കി നമുക്ക് ഇവിടുത്തെ സ്പേസിലിരുന്ന് കഴിക്കാം. ഞാൻ കാണിക്കാം ഞങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത്. ഞങ്ങൾ വാങ്ങിയത് ഇത്രയും സാധനങ്ങളാണ്. ഒന്ന് പിസ്സ, സ്പിനാച്ച്, ചീസ് ആൻഡ് ചിക്കൻ സ്ലൈസ് ചീസ്. പിന്നെ ഇതെന്തായിരുന്നു, സ്റ്റിർ ഫ്രൈഡ് ബേസിൽ പോർക്ക് ആൻഡ് റൈസ്. പിന്നൊരു സാൻഡ്വിച്ച് വാങ്ങിയായിരുന്നു, ചീസ് ആൻഡ് ഹാം സാൻഡ്വിച്ച്. പിന്നൊരു ചോക്കോ ഡ്രിങ്കും വാങ്ങി. നമുക്ക് ഇത്രയും ഇതെല്ലാം കൂടി ഒരു 165 ബാത്തൊക്കെ ആയിട്ടുള്ളൂ. ഹായ് ഗായ്സ്, നമ്മളപ്പോൾ പട്ടായ ബീച്ചിൽ നിൽക്കുകയാണ്. കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് വെറുതെ കുറച്ച് നേരം നടന്നിട്ട് വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകാനാണ് പ്ലാൻ. ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് വാക്കിംഗ് സ്ട്രീറ്റ്. നമ്മൾ പട്ടായയിൽ വന്ന എല്ലാവരും തന്നെ വരുന്നൊരു ഡെസ്റ്റിനേഷനാണിത്. രാത്രിയൊക്കെ നല്ല വൈബാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകാൻ പോവുക. അപ്പോൾ പറയണവരെടുക്കാം. ഇവിടെ നമുക്കൊരു ലിമിറ്റ് വിട്ട് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റില്ല. എസ്പെഷ്യലി അവിടെ നിൽക്കുന്ന ലേഡീസൊക്കെ അവരെ മുഖം തിരിക്കുകയും പിന്നെ നോ വീഡിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇതൊരു ഒബ്വിയസ്ലി ഒരു പാർട്ടി പ്ലേസ്, എല്ലാ പരിപാടികളും നടക്കുന്ന ഒരു സ്ഥലമാണല്ലോ. അതിനനുസരിച്ചുള്ള റെസ്ട്രിക്ഷൻസ് അവിടെ ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലത്തെ ഈ
മുതല, പല്ലി, പാറ്റ എല്ലാ സാധനത്തിനെയും വറുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിക്കുന്ന ആളുകളും ഉണ്ട്. പിന്നെ ഇവിടെ പാർട്ടി പ്ലേസ് മാത്രമല്ല, ചെറിയൊരു ഫുഡ് സ്ട്രീറ്റ് പോലത്തെ കാര്യങ്ങളും ഒക്കെ നല്ല ഉണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു നല്ല വൈബാണ്. നൈറ്റ് ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു രസമാണ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ. അവർ മുഖം കവർ ചെയ്യുന്നുണ്ട്. കണ്ട കാര്യങ്ങളും പിന്നെ അതിന് വേണ്ടി വന്ന ലിങ്കുകളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ലൈക്ക് നമ്മളുടെ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ, പിന്നെ ക്ലൂക്ക് വഴി സാങ്ച്വറി ഓഫ് ട്രൂത്ത് ബുക്ക് ചെയ്തതും, അങ്ങനെ എല്ലാ കാര്യത്തിൻ്റെയും ലിങ്കും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ബൈ.